ഹായ്. സോളാറൊക്കെ വെച്ചിട്ട് ഒരു 3-4 മാസം 5-6 മാസം കഴിയുമ്പോഴത്തേക്കും പഴയ ബില്ല് വീണ്ടും വന്നിരിക്കുന്നു. ഇത് പല സ്ഥലത്തും വന്നിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ കാര്യം പറയാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വച്ചിരിക്കുന്ന 1 വർഷം 2 വർഷം മുമ്പുള്ള ഇൻവെർട്ടേഴ്സ് എന്ന് പറഞ്ഞ നോർമൽ ഇൻവെർട്ടേഴ്സാണ്. പുതിയതായിട്ടാണ് ഹൈബ്രിഡ് ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കുന്നത്. ഇതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് ഇതിൻ്റെ പാനലിൻ്റെ ഷെയ്ഡ് വരികയോ പൊടി വന്ന് അടിയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ മൊത്തം കട്ടാവും. നമ്മളിത് ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ എന്നും മീറ്ററിൽ പോയി നോക്കുന്നില്ല. ബില്ല് വന്നു കഴിയുമ്പോഴാണ് അറിയുന്നത്. ഇത്രയും ഭീമമായിട്ട് ബില്ല് വന്നു കഴിയുമ്പോഴായിരിക്കും കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ഒഴിവാക്കാനായിട്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും പ്രൊഫഷണൽ ക്ലീനിങ് ചെയ്യുക. പ്രൊഫഷണൽ ക്ലീനിങ് എന്ന് എടുത്ത് പറയാൻ കാരണം ഇത് 25-30 വർഷത്തേക്ക് നമുക്ക് പ്രൊഡക്ഷൻ വേണ്ട സാധനം. ഇതിൽ നോർമൽ ഏതെങ്കിലും ഐറ്റംസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ ഇതിൽ സ്ക്രാച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രൊഡക്ഷൻ കട്ടാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡ്സും ഒരു പ്രശ്നമാണ്. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ലിക്വിഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ഫൈബർ ക്ലോത്ത് എല്ലാം ഉപയോഗിച്ച് തന്നെ ക്ലീൻ ചെയ്യുക. ഇതിൻ്റെ ഡ്യൂറബിലിറ്റി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂസ് കാണുന്നത് ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനാണ്. കാരണം ബാക്കിയുള്ള കൊമേഴ്ഷ്യൽ ആളുകളൊക്കെ ഹൈ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അതിന് സ്പെഷ്യലായിട്ടുള്ള കെയർ കൊടുക്കും. പക്ഷേ ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സ് പലപ്പോഴും ഇത് അവെയർ ആയിരിക്കില്ല. അതുകൊണ്ട് സോളാർ വച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ലെവൽ കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ റെഗുലർ ക്ലീനിങ് മസ്റ്റായിട്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമുക്ക് എനർജി നമുക്ക് ആവശ്യത്തിനുള്ള കിട്ടുള്ളൂ. ഈ ജനുവരി മുതലുള്ള സമയമൊക്കെ ഹൈ പ്രൊഡക്ഷൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന എനർജി നമ്മൾ നഷ്ടപ്പെടുത്തരുത്.